പറയുന്നത് ജേണൽ ഐഡിയാസ് പാർട്ട് 2. ഈ ജേണലിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജേണൽ ഐഡിയാസ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 8-9 മാസം മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടോക്കിയാൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആക്ച്വലി ഈ ഒരു വീഡിയോ 2 ആഴ്ച മുന്നേ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഫോൺ ചെറുതായിട്ടൊരു പണി ഭാഗ്യത്തിന് വീഡിയോ പോയില്ല. അതുകൊണ്ട് രണ്ടാമത് എഡിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന്റെ ഇല്ലാവട്ടെ കമ്മിങ് ടു ദ പോയിന്റ്. നമ്മുടെ ഫസ്റ്റത്തെ പേജ് കുറച്ച് സിമ്പിൾ ആക്കാന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് വാശി ടൈപ്പും സ്റ്റിക്കേഴ്സും മാത്രം വെച്ച്. ബിക്കോസ് എനിക്കതിൽ കുറച്ച് എഴുതാൻ ഈ ഒരു പേജിൽ ഞാൻ ജേർണിംഗ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്റെ ഡ്രീം ഹോമിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ടേസ്റ്റിനും സ്റ്റൈലിനും അനുസരിച്ചിട്ട് ഒരു വേറെ വീട് ഉണ്ടാക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അതുപോലെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ആ വീടിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു പേജിൽ ഞാൻ എഴുതാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം സ്റ്റഡി റൂമിനെ കുറിച്ചിട്ട് എഴുതാം, ഡ്രീം ബെഡ്റൂമിനെ കുറിച്ചിട്ട് എഴുതാം, അങ്ങനെ ഇഷ്ടമുള്ള പോലെ മാറ്റി മറിച്ചിട്ട് എഴുതാം. വളരെ മിനിമലായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. A4 ഷീറ്റ് പിന്നെ കുറച്ച് കുഞ്ഞു സ്റ്റിക്കേഴ്സ് അത്ര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു പേജിൽ ഒരു A4 ഷീറ്റിനെ കട്ട് ചെയ്തിട്ട് പേപ്പർ പഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഡൈക്കട്ട് സ്മാർട്ട് എന്ന് കിട്ടിയ ഒരു സ്റ്റാമ്പാണ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. ഈ പേജിൽ ഞാൻ എഴുതാൻ പോകുന്ന ടോപ്പിക് തിങ്സ് ഐ വാണ്ട് ടു ഗെറ്റ് ബെറ്റർ അറ്റ്. അതായത് നമുക്ക് ഒരുപാട് സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിലും പലതിലും നമ്മൾ അത്ര ബെറ്റർ ആയിരിക്കില്ല. ആ ബെറ്റർ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്തിട്ട് എഴുതി വെക്കലാണ് ഈ പേജ്. ഇതിങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കേണ്ട കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് അതിലാണ് എഴുതാൻ പോകുന്നത്. ഇതിങ്ങനെ ജേർണലിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ. എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാൻ നമ്മൾ കുറച്ച് പണിയെടുക്കുകയും വേണം. ഇനി മൂന്നാമത്തെ പേജിൽ ഞാൻ ചെയ്യാൻ പോണത് എന്റെ ഫേവറേറ്റ് ക്യാരക്ടറിനെ കുറിച്ചിട്ട് എഴുതി വെക്കാന്നുള്ളതാണ്. ഇതാണ് ആസ്വേൾഡ്. കുറെ പേർക്ക് ഇതാരാന്ന് പോലും അറിയണ്ടാവില്ല. പണ്ട് പോഗോ ചാനലിൽ ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ ആണ് ആസ്വേൾഡ്. പുള്ളിക്കാരൻ ഒരു ബ്ലൂ കളർ ഒക്ടോബസ് ആണ്. ഒരു ബിഗ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ് ആളെ താമസം. ആ സിറ്റിയിലുള്ള എല്ലാവരും ആളുടെ ഫ്രണ്ട്സ് ആണ്. ഈ കാർട്ടൂണിലുള്ള ഓരോ എപ്പിസോഡ്സും ആളുടെ ഡേ ഇൻ ലൈഫ് ആണ്. ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോഴേക്കും ഈ ഒരു കാർട്ടൂൺ ടെലികാസ്റ്റിലെ പോഗോ ചാനലിൽ നിർത്തി. ഇതുപോലെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ആയിട്ട് മാറും. അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ എന്താണോ ജസ്റ്റ് ജേർണൽ ഡൗൺ. സ്പ്രെഡ് ഈ 2 പേജിലും കൂടിയിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇതിന് ഒരുപാട് ജേർണൽ സപ്ലൈസിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതുപോലെ ഗിംഗൽ ലൈൻസ് വരയ്ക്കുക. പിന്നെ വേണ്ടത് കുറച്ച് പേപ്പേഴ്സ് ആണ്. ഈ ഒരു പേപ്പറിനെ ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 8 പീസസ് വേണം. ഇനി ആ പേപ്പറിന് ഒന്നുകൂടി ഒന്ന് ലുക്കാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ പഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് 2 പേജസിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ ദിവസങ്ങളും നമുക്ക് നല്ല അടിപൊളി ഗുഡ് ഡേയ്സ് ആവണമെന്നില്ല. ചിലത് ബാഡ് ഡേയ്സ് ആയിരിക്കും. ആ ബാഡ് ഡേയ്സിൽ വായിക്കാനുള്ള കുറച്ച് റിമൈൻഡേഴ്സ് ആണ് ഈ പേജിൽ ഞാൻ എഴുതാൻ പോകുന്നത്. ഇതിൽ ഓരോ ബിറ്റ് ഓഫ് പേപ്പറിലും ഓരോ കോഡ്സ് എഴുതാന്നൊക്കെയാണ് എന്റെ പ്ലാൻ. ആ പാറ്റേൺ പേപ്പർ മാത്രമായിട്ട് ഒട്ടിച്ചപ്പോൾ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് പിങ്ക് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കോഡ്സ് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ്. ഇതിങ്ങനെ വെറുതെ ജേർണൽ പേജിൽ എടുത്ത് എഴുതി വെക്കൽ മാത്രമല്ല, നമ്മുടെ ബാഡ് ഡേയ്സിൽ എടുത്ത് വായിക്കാൻ വേണം. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കോഡ്സ് എടുത്തിട്ട് എഴുതാണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ഓക്കെ ആവുന്നുള്ള കോഡ്സ് മാത്രം കണ്ടുപിടിച്ചിട്ട് എടുത്ത് എഴുതാം. ടോപ്പിക് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചറിലെ ഒരു ഡേ ഇൻ മൈ ലൈഫിനെ കുറിച്ചിട്ട്. ഈ വാഷി ടേപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സ്റ്റോറിൽ കിട്ടിയതാണ് എനിക്ക് ഈ ഒരു വാഷി ടേപ്പ്. കിട്ടിയിട്ട് കുറച്ച് നാളായി, പക്ഷെ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നോക്കിയപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ഇലിസ്ട്രേഷൻ കിട്ടി. അതുകൊണ്ട് ഈ പേജ് ഒരു ഗ്രീൻ തീം ആക്കാന്നാണ് വിചാരിക്കുന്നത്. സോ ഫ്യൂച്ചറിൽ എന്നുള്ള ടോപ്പിക്കിൽ ജേർണലിംഗ് ചെയ്യുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ലാട്ട് എഴുതാൻ പറ്റുക. ഭാവിയിലുള്ള നിങ്ങളുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ടും ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതാം. നിങ്ങളുടെ സ്റ്റഡീസിനെ കുറിച്ചിട്ട് എഴുതാം, പ്രൊഫഷനെ കുറിച്ചിട്ട് എഴുതാം, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് എഴുതാം. അങ്ങനെ ഇഷ്ടമുള്ള പോലെയൊക്കെ മാറ്റി മറിച്ചിട്ട് എഴുതാം. ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് എഴുതാൻ പോണത്.
എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ ആണ്. ഒന്നും ഞാൻ മേടിച്ചതല്ല, എല്ലാം കൊളാബറേഷൻ കിട്ടിയതാണ്. അപ്പോൾ ഈ പേജിൽ ഞാൻ ചെയ്യാൻ പോണത് അതിലത്തെ ഓരോ സ്റ്റിക്കർ സെറ്റിൽ നിന്നും ഓരോ സ്റ്റിക്കർ വീണ്ടെടുത്തിട്ട് ഇതിൽ ഒട്ടിച്ച് നിറയ്ക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ: ഒന്നെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തം പൈസക്ക് മേടിക്കുക, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അതായത് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനൽ തന്നെ തുടങ്ങട്ടോ. എന്നിട്ട് അതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് നിങ്ങൾ തേടി എത്തും. ഇതുപോലുള്ള കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിന് ബന്ധപ്പെടുക നിവു ഷാജി. സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് നിറച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമുള്ള പണിയാണെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്, പക്ഷെ ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇനി അടുത്ത പേജും ഒട്ടിക്കൽസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വാഷി ടേപ്പ് വെച്ചിട്ട് ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്ലാങ്കറ്റിന്റെ ഒരു ഔട്ട്ലൈൻ വരക്കുന്നുണ്ട്, പിന്നെ ഒരു കുട്ടീനെ വരക്കുന്നുണ്ട്. കുട്ടി ബ്ലാങ്കറ്റിൽ കിടന്ന് ഉറങ്ങലാണ് നമ്മുടെ തീം. ഇനിയുള്ള പരിപാടികളൊക്കെ വളരെ സിമ്പിളാണ്. വാഷി ടേപ്പ് എടുക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് പ്രാന്താവും, പക്ഷെ ഒന്നും മൈൻഡ് ആക്കണ്ട, റിസൾട്ട് അടിപൊളിയാണ്. വാഷി ടേപ്പ് എല്ലാം മുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെന്ന് വെച്ചിട്ട് ബ്ലാങ്കറ്റിനും പിന്നെ ആ കൊച്ചിനും ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ വാഷി ടേപ്പ് ബ്ലാങ്കറ്റ്. എങ്ങനെയുണ്ട്? അടുത്ത പേജിൽ നമ്മൾ ഇത്രയും സപ്ലൈസ് വെച്ചിട്ട് ഒരു ജേണൽ പേജാണ് ചെയ്യണത്. ഇതിൽ ഞാൻ എഴുതാൻ പോണ ടോപ്പിക് മൈ കറന്റ് ഒബ്സഷൻ. നമുക്ക് ഇന്നുള്ള ഒബ്സഷൻ ആയിരിക്കില്ല ഒരു 2-3 മാസം കഴിഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ വലിയൊരു ബിരിയാണി ഫാൻ ആയിരുന്നു. ഏത് ഹോട്ടലിൽ പോയാലും ബിരിയാണി മാത്രം. ഞാൻ ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഒരു വലിയ മന്തി ഫാനായി മാറി. അതേപോലെ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് പിങ്ക് കളറിനോടായിരുന്നു ഭയങ്കര ഒബ്സഷൻ. പക്ഷെ ഇപ്പോൾ യെല്ലോ കളറായിട്ട് മാറി. ചിലപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞ് അതും മാറിയിട്ട് വലിയ ഗ്രീനോ ബ്ലാക്കോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മാറുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ പേജ് തന്നെ അപ്പോഴും എഴുതാം. സോ ഇതുപോലെ നിങ്ങളുടെ കറന്റ് ഒബ്സഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ബിലോ. ഇനി അടുത്ത പേജിലും ഞാനൊരു ഗ്രീൻ തീം ജേണൽ ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ആ വാഷി ടേപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, ഇനി ഇതുപോലത്തെ പിക്ചേഴ്സ് ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ടാട്ടാ. ജസ്റ്റ് ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പിക്ചേഴ്സ് സുഖമായിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് പ്രിന്റ് എടുക്കാം. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള ലോങ് വീഡിയോ ഞാൻ ഒരു 5-6 മാസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടോക്കിയാൽ മതി. സോ ഈ പേജിൽ ഞാൻ ജേണൽ ചെയ്യാൻ പോണ ടോപ്പിക് തിങ്സ് ദാറ്റ് കംഫർട്ട് മീ. എല്ലാ ഇൻഡിവിജ്വൽസിനും ഓരോ കംഫർട്ട്സ് ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എഴുതലാണ് ഈ പേജ്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്നെ കംഫർട്ട് ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നല്ല അടിപൊളി കോഫി, ഫ്രഷ്ലി വാഷ് ചെയ്ത ബെഡ്ഷീറ്റിൽ കിടന്ന് ഉറങ്ങല്, പിൻട്രസ്റ്റ് തോണ്ടല്, ക്ലേ ആർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒന്ന് കണ്ടുപിടിച്ചെഴുതാം. ഒരു പേജ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ ഏകദേശം ഒരു ധാരണ ഒക്കെ വരും. നമ്മുടെ ലാസ്റ്റ് പേജ്. ആക്ച്വലി ഒരു പേജ് ചെയ്യണമെന്ന് എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു ഇല്ലസ്ട്രേഷൻ കണ്ടപ്പോൾ വെറുതെ വിടാൻ തോന്നിയില്ല. എൻ്റെ കഴിഞ്ഞ ജേണൽ ബുക്കിൽ മിക്ക പേജസിലും ഞാൻ കോട്ട്സ് ആണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ജേണൽ ബുക്കിൽ കോട്ട്സിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പേജിൽ ഒരു സെൽഫ് നോട്ട് എഴുതാമെന്ന്. ഭയങ്കര സിമ്പിളായി ഈ ഒരു ഇല്ലസ്ട്രേഷനും പിന്നെ കുറച്ച് കുഞ്ഞു സ്റ്റിക്കേഴ്സും മാത്രം ഒട്ടിച്ചിട്ട് ഒരു എസ്തറ്റിക് ജേണൽ പേജ്. സോ അതാണ് നമ്മുടെ പാർട്ട് 2 ജേണൽ ഐഡിയാസിലത്തെ ലാസ്റ്റ് പേജ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു ഫ്ലിപ്പ് ത്രൂ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വേറൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരാം.